രാജ്യം പരമാധികാര റിപ്പബ്ലിക്കിനായി മാറിയതിന്റെ ഓർമ്മപുതുക്കലാണ് എല്ലാ റിപ്പബ്ലിക് ദിനവും. 75ാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. ഇത്തവണയും വിപുലമായ ആഘോഷങ്ങളാണ് തലസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനത്തിൽ നടത്തുന്ന പരേഡ് രാജ്യത്തിന്റെ പ്രതിരോധ രംഗത്തെ കരുത്തും സാംസ്കാരിക രംഗത്തെ വൈവിധ്യവുമൊക്കെ ലോകത്തെ കാണിക്കാനുള്ള വേദിയായാണ് പരമ്പരാഗതമായി വിനിയോഗിക്കപ്പെടുന്നത്. രാജ്യം 75ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കപ്പെടുമ്പോൾ മുൻപെങ്ങുമില്ലാത്ത തരത്തിലൊരു പരേഡിനാണ് നമ്മൾ ഈ വർഷം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. രാജ്യം തദ്ദേശീയമായി വികസിപ്പിച്ച നിരവധി പ്രതിരോധ സാങ്കേതിക വിദ്യകളും ആയുധങ്ങളുടെയും പ്രദർശനമാണ് ഇത്തവണത്തെ ഹൈലൈറ്റ്. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDOയുടെ ടാബ്ലോയിൽ അവരുടെ പുതിയ സാങ്കേതിക വിദ്യകളുടെ പ്രദർശനം ഉണ്ടാകും. രക്ഷാ കവച് എന്ന പേരിൽ വികസിപ്പിച്ച വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഇതിൽ പ്രധാനം. കരയിൽ നിന്ന് ആകാശത്തേക്ക് പ്രയോഗിക്കാവുന്ന മിസൈൽ പ്രതിരോധ സംവിധാനമാണ് രക്ഷാ കവച്. വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ഒരേ സമയം നിർവീര്യമാക്കാൻ സഹായിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനമാണ് രക്ഷാ കവച്. ഇതിനോടൊപ്പം വ്യോമാക്രമണങ്ങൾ മുൻകൂട്ടി കണ്ടെത്താൻ സഹായിക്കുന്ന എയർബോൺ ഏർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം നേത്ര ഇത് DRDO വികസിപ്പിച്ചതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 155mm പീരങ്കി, ഡ്രോൺ ആക്രമണങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാനും നിർവീര്യമാക്കാനുമുള്ള സംവിധാനം, ഉപഗ്രഹ കേന്ദ്രീകൃത നിരീക്ഷണ സംവിധാനം എന്നിവയൊക്കെ ഇത്തവണത്തെ പരേഡിൽ പരിചയപ്പെടുത്തും. ഇതിനൊപ്പം ഡ്രോണുകൾ പോലെയുള്ള വേഗം കുറഞ്ഞ ലക്ഷ്യങ്ങളെ കണ്ടെത്തി പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത റഡാർ സംവിധാനമാണ് അരുദ്ര റഡാർ. ഇതിനോടൊപ്പം നാവിക പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്ന ഭാരം കുറഞ്ഞ ശക്തിയേറിയ ടോർപിഡോ, ശത്രുക്കളുടെ ആശയവിനിമയ സംവിധാനം തടസ്സപ്പെടുത്തുന്ന ധാരാശക്തി എന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം, ലേസർ അടിസ്ഥാനമാക്കിയുള്ള ഡയറക്ടർ എനർജി ആയുധം തുടങ്ങിയവയും പുതിയ ആയുധങ്ങളാണ്. ചെറിയ ദൂരത്തിലുള്ള വ്യോമ പ്രതിരോധം സാധ്യമാക്കുന്ന സംവിധാനം ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും. യുദ്ധമുഖത്ത് സുരക്ഷിതമായി ആശയവിനിമയം സാധ്യമാക്കുന്ന തദ്ദേശീയമായി വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ഉള്ള റേഡിയോ സംവിധാനം, തദ്ദേശീയമായി വികസിപ്പിച്ച ഉപഗ്രഹ ഫോൺ സംവിധാനം, തദ്ദേശീയമായി നിർമ്മിച്ച ഉഗ്രം എന്ന അസോൾട്ട് റൈഫിൾ തുടങ്ങിയവയും ഇത്തവണത്തെ പ്രദർശനത്തിലുണ്ട്. ഇതുകൂടാതെ ദീർഘദൂര കപ്പൽവേദ ഹൈപ്പർസോണിക് മിസൈൽ, തദ്ദേശീയമായി വികസിപ്പിച്ച ഭാരം കുറഞ്ഞ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ്, ലഘുയുദ്ധ ടാങ്കറായ സെരാവർ, പ്രളയ് മിസൈൽ, ടാങ്ക് വേദ മിസൈലായ നാഗ്, പിനാക്ക റോക്കറ്റ് സംവിധാനം, ആകാശ് മിസൈൽ സംവിധാനം, പുതിയ ബ്രഹ്മോസ് മിസൈൽ തുടങ്ങി നിരവധി ആയുധ പ്രദർശനങ്ങളാണ് ഇത്തവണ റിപ്പബ്ലിക് പരേഡിൽ അണിനിരക്കുക. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ സ്വയം പര്യാപ്തത എത്രത്തോളം എന്ന് വ്യക്തമാക്കുന്നതായിരിക്കും ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. റിപ്പബ്ലിക് ദിന പരേഡിൽ DRDO വികസിപ്പിച്ച പ്രളയ് മിസൈലാണ് മറ്റൊരു പ്രധാന ആകർഷണം. ആണവായുധങ്ങൾ വഹിക്കുന്നതും കരയിൽ നിന്ന് കരയിലേക്ക് തൊടുക്കാവുന്നതുമായ പ്രളയ് മിസൈൽ ആദ്യമായാണ് പരേഡിന്റെ ഭാഗമാകുന്നത്. 350-500 കിലോമീറ്റർ ഷോർട്ട് റേഞ്ചുള്ള മിസൈലാണിത്. 2023 പ്രളയ് സൈന്യത്തിന്റെ ഭാഗമായത്. പ്രതിരോധ രംഗത്ത് ഇന്ത്യയുടെ തദ്ദേശീയ കുതിപ്പേറുന്നതിന്റെ മികച്ച ഉദാഹരണമാണ് പ്രളയ് മിസൈൽ. 500 മുതൽ 1000 കിലോമീറ്റർ പേലോഡ് ശേഷി ഇതിനുണ്ട്. ഇന്ത്യയുടെ സൈനിക ശക്തി പ്രകടമാകുന്ന ബ്രഹ്മോസ് മിസൈൽ, മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചുകൾ, T-90 ടാങ്കുകൾ, നാഗ് മിസൈലുകൾ എന്നിവയും റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രദർശിപ്പിക്കും.